നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എൻ്റെ ഇതേ ചാനലിലുള്ള ബേസിക് വീഡിയോസ് കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബാലിസ്റ്ററാണ്, ഒരു ചെറിയ തൂണാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിതാണ് റെഫറൻസ് ഇമേജ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്യൂബ് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഫ്രണ്ട് വ്യൂയിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ 2 മീറ്റർ എന്നാണ് കാണുന്നത്. ഞാൻ അതിൻ്റെ ഒരു ഹൈറ്റ് 1 മീറ്ററിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ ഇമേജ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇമേജിൽ റെഫറൻസ് കൊടുക്കുന്നു. അതിൽ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നു, ഡെസ്ക്ടോപ്പിലാണ്. ഞാനത് ബാലിസ്റ്റർ ഇമ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ഇമേജാണ്. ഞാൻ ആക്ച്വലി ഇതിനെ സ്കെയിൽ ചെയ്യുന്നു. ഇതിനെ കാണാൻ, ഈ ഫുൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വയർ ഫ്രെയിം മോഡിൽ പോകുന്നു. അതിനുശേഷം സ്കെയിൽ ചെയ്ത് 1 മീറ്ററിലേക്ക് ആക്കുന്നു. ഇത് നമുക്കിത് എങ്ങനെ മോഡൽ ചെയ്യാൻ നോക്കാം. ഞാൻ വീണ്ടും സോളിഡ് മോഡിൽ പോയതിനു ശേഷം ക്യൂബ് സ്കെയിൽ ചെയ്യുന്നു. Z പ്രസ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരുന്നു. സ്കെയിൽ പ്രസ് ചെയ്ത് Z ആക്സിസിൽ സ്കെയിൽ ചെയ്ത് ഏകദേശം കറക്റ്റായിട്ട് വയ്ക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഷിഫ്റ്റ് ഡി ചെയ്തതിനു ശേഷം Z ആക്സിസിൽ മുകളിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. നടുക്കത്തെ ഈ സ്ട്രക്ചർ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതും ഈ ഒരു ക്യൂബ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഷിഫ്റ്റ് എ മെഷ് ക്യൂബ്. അതിനുശേഷം അപ്പോൾ വലുതായിട്ടാണ് വന്നത്. സ്കെയിൽ ഡൗൺ ചെയ്ത് താഴെ കൊണ്ടുവരുന്നു. ഞാൻ എഡിറ്റ് മോഡിൽ പോയതിനു ശേഷം 1 പ്രസ് ചെയ്ത് വെർട്ടെക്സ് മോഡിൽ എ സെലക്ട് ചെയ്യുന്നു. ഓൾ സെലക്ട് ചെയ്തതിനു ശേഷം M പ്രസ് ചെയ്യുന്നു. M എന്ന് പറഞ്ഞാൽ മെർജാണ്. അറ്റ് സെൻറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ മെർജ് ചെയ്ത് സെൻറ്ററിലൊരു പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ആ പോയിൻറ്റിനെ G പ്രസ് ചെയ്ത് താഴെ കൊണ്ടുവരും. നിങ്ങൾക്ക് ആ പോയിൻ്റ് ഇവിടെ കാണാൻ പറ്റും. G പ്രസ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ വെർട്ടെക്സ് പോയിൻറ്റിൽ സ്നാപ്പ് ഓൺ ആക്കുന്നു. വെർട്ടെക്സ്, എഡ്ജ്, ഫേസ്, എഡ്ജ്, സെൻറ്റർ എല്ലാം ഓണാക്കി ഇടുന്നു. അതിനുശേഷം മൂവ് പ്രസ് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ട് ഈ എഡ്ജിൽ ഞാൻ സ്നാപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രസ് ചെയ്ത് ഈ വെർട്ടെക്സ് എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഏകദേശം ഈ ഷേപ്പിനനുസരിച്ച് ഞാനിത് ട്രേസ് ചെയ്തെടുക്കുകയാണ്. പ്രസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ G പ്രസ് ചെയ്ത് മാറ്റി വെച്ച് ഒരു ഏകദേശം ഷേപ്പിനായിട്ട് നമ്മളിത് ട്രേസ് ചെയ്തെടുക്കുന്നു. ഇവിടെ ഞാൻ പ്രസ് ചെയ്യുന്നു. Z പ്രസ് ചെയ്തിട്ട് മുകളിൽ കൊണ്ട് സ്നാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം ഞാൻ ഫുൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒബ്ജക്റ്റ് മോഡിൽ പോകുന്നു. ഈ കർവ് സെലക്റ്റഡ് ആണ്. അതിൻ്റെ പേര് ക്യൂബ് എന്ന് തന്നെയാണ്. നമ്മൾ ക്യൂബിൽ നിന്നാണ് കർവിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു മോഡിഫയർ എടുക്കുന്നു. അതിൽ ആഡ് മോഡിഫയർ കൊടുത്തതിന് ശേഷം സ്ക്രൂ എന്നാണ് അതിൻ്റെ പേര്, സ്ക്രൂ മോഡിഫയർ. അത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി അത് റൊട്ടേറ്റ് ചെയ്ത് ഒരു സിലിണ്ടർ പോലെ ആയി മാറിയിട്ടുണ്ട്. ഞാൻ ഈ മോഡിഫയർ ഒന്ന് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഇനി നമുക്ക് ഈ ഇമേജ് വേണമെന്നില്ല. ഞാൻ ആ ഇമേജ് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ എഡിറ്റ് മോഡിൽ പോയാൽ ഇതിൻ്റെ മെഷ് നമുക്ക് കാണാൻ പറ്റും. മെഷ് കുറച്ചുകൂടെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റൊരു മോഡിഫയറാണ്. അതിൻ്റെ പേര് സബ്ഡിവിഷൻ സർഫസ് എന്നാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആവും, നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ മോഡിഫയറും അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഒന്നുകൂടെ എഡിറ്റ് മോഡിൽ പോകുമ്പോൾ കറക്റ്റ് മെഷ് നമുക്ക് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലെൻഡറിലൊരു ബാലിസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കണ്ടൻറ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.